ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നാളാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത് ഇൻഷാ അല്ലാ. അപ്പം അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണത്. നമ്മളുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചെടികളുടെ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ചട്ടിയൊക്കെ ഒന്ന് മാറ്റി അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ രാവിലെ. ശരിക്കും നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഓർമ്മ വരുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. ആ ഹാൻഡ് ബുക്കിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേട്ടോ പോണതിൻ്റെ മുന്നേ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കേ കിട്ടില്ല, അത് ചെയ്ത് തീരുന്ന വരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ നാളെ പോവല്ലേ, അപ്പം ഞാൻ ഇതുപോലെ വിത്ത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഞാൻ ലുലുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പോണതിന് മുന്നേ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കൂടെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇവിടെ നാട്ടിൽ അത്ര കോമൺ അല്ല. പിന്നെ ഞാനിത് ലുലുവിൽ പോയിട്ട് വാങ്ങിയതാണ്. അവിടെ ഇതുപോലെ പല സൈസിലും ഉണ്ട്. നമുക്ക് മീഡിയം ആണോ സ്മോൾ ആണോ ബിഗ് ആണോ ഏതാച്ചാൽ ചൂസ് ചെയ്ത് കൊടുത്താൽ അവരിതുപോലെ കട്ട് ചെയ്തിട്ട് തരും. അങ്ങനെ ഈ ചിക്കൻ ഞാൻ നല്ലോണം വാഷ് ചെയ്തു. ഇപ്പം ഞാനൊരു തുണിയിലേക്ക് വെക്കുകയാണ്. കാരണം സ്കിന്നൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൽ അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തുണിയിലേക്ക് വെച്ച് അതിൻ്റെ അകത്തുള്ള അതിൻ്റെ മുകളിലത്തെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം നല്ല കോട്ടൻ്റെ തുണിയിൽ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ ചിക്കനിലേക്കുള്ള ഒരു മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് 2 ലെമൺ നല്ലോണം സ്ക്വീസ് ചെയ്തിട്ടെടുക്കാം. ഈ ഡിഷിൽ നമുക്ക് അധികം എരിവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുളിയോ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ചിക്കൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റും പിന്നെ ചെറുതായിട്ട് ഈ ഹെർബ്സിൻ്റെയും സ്പൈസസിൻ്റെയൊക്കെ ഒരു ഫ്ലേവറേ വരുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് എരിവും പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ചില്ലി പൗഡറോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആ ലെമൺ ജ്യൂസിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ ആഡ് ചെയ്യണത് കുറച്ച് പെപ്പർ പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നും അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, കാരണം നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ആഡ് ചെയ്യണത് പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡർ ഞാൻ അങ്ങനെ തന്നെ ഞാൻ ലുലുന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനെന്താ വെച്ചാൽ കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ഒരു എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ മിക്സ്ഡ് ഹെർബ്സ് ആണ്. നമ്മുടെ ഡ്രൈഡ് ഹെർബ്സ് ഇല്ലേ, നമ്മൾ ഒറിഗാനോ പാഴ്സലി അങ്ങനത്തെ മിക്സ്ഡ് ഹെർബ്സ്. ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ജാത്തറിൻ്റെ പൗഡറാണ് കേട്ടോ. ഈ ജാത്തറിൻ്റെ പൗഡർ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ അവൈലബിൾ ആണെന്ന്. ഇത് ഗൾഫ് കൺട്രീസിലൊക്കെയാണ് കിട്ടുക. പിന്നെ ഇത് ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ ജാത്തർ പൗഡർ ടോട്ടലി ഓപ്ഷണലാണ്. എൻ്റെ അടുത്തത് ഇരുന്നപ്പോൾ ഞാൻ അതും കുറച്ച് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ജാത്തർ പൗഡറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുബൂസിൻ്റെ ഉള്ളിലോ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ അത് എപ്പോഴും ജാത്തർ പൗഡറും അതുപോലെ ചീസൊക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ ഡ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഓരോന്നെടുത്തിട്ട് നമ്മളെ ട്രേയിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ബേക്കിംഗ് ട്രേ കുറച്ച് കുഴിയുള്ള ബേക്കിംഗ് ട്രേ എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഞാൻ ഐക്കേന്ന് വാങ്ങിയിട്ടുള്ളൊരു ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോണത്. പക്ഷേ നല്ല അടിപൊളി ബേക്കിംഗ് ട്രേ മാത്രമല്ല ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാട്ടോ എനിക്ക് ബേക്കിംഗ് ട്രേ കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആകെ 199 198 ആ ഒരു പ്രൈസിനാണ് എനിക്ക് ബേക്കിംഗ് ട്രേ കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്രൈസിന് അത് എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേ. എൻ്റെ ഓവൻ്റെ കൂടെയുള്ള ട്രേ ഒന്നും ഇത്ര ഡെപ്ത് ഇല്ല കേട്ടോ, അതിങ്ങനെ പരന്നിട്ടുള്ള ട്രേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ട്രേ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത മാരിനേഷനൊക്കെ ഞാൻ ഈ ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഫ്രിഡ്ജിൽ നമുക്ക് കുറച്ച്
ബേബി കോണും അതുപോലെ പൊട്ടാറ്റോസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള മാരിനേഷനിലേക്ക് കുറച്ച് ബേബി കോണും പൊട്ടാറ്റോസും ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഇത് മാരിനേറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഇങ്ങനത്തെ കളറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിക്കുമ്പോൾ ഒട്ടും സ്പൈസി അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ സ്കിന്നോട് കൂടിയിട്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അടുത്തും ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ബ്രിഞ്ചോളില്ലേ, ബ്രിഞ്ചോളൊക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ കപ്പിൽ കുറച്ചും കൂടെ മാരിനേഷൻ ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് നമ്മൾ ട്രേയിലേക്ക്, ബേക്കിംഗ് ട്രേയിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് ബേക്കിംഗ് ട്രേയിൽ നമ്മൾ സൈഡിലായിട്ട് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അത് നല്ല രീതിയിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും. ഒന്നായിട്ട് ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്യാണ്ട് അതിങ്ങനെ സൈഡിലേക്കായിട്ട് ഞാൻ നല്ലോണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് ഡിന്നറിനുള്ളതാണെങ്കിലും ഞാൻ രാവിലെ ഇത് മാരിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഡിന്നർ ടൈം ആകുമ്പോൾ നമുക്ക് ഓവനിലേക്ക് വെക്കാമല്ലോ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ പാക്കിംഗ് ഒക്കെ ചെയ്യാൻ. പാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മളെ ട്രോളിയിലേക്ക് വെക്കാനുണ്ട്. അങ്ങനെ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ 1 ഹവറിലേക്ക് ഞാൻ ചിക്കൻ അവനിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാൻഡ് ബുക്കിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഫുള്ള് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നമ്മൾ ട്രോളിയിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ലാസ്റ്റ് ടൈം ഞാൻ ഇൻഡോറിൽ പോകുമ്പോൾ ഇതുപോലൊരു പാക്കിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു 4-5 ദിവസത്തേക്കുള്ളായിരുന്നു. ഇത് നമുക്ക് ഏകദേശം ഒരു 2 വീക്സിലേക്കുള്ള പാക്കിംഗ് ആണ്. ഇതെന്തിനാന്നല്ലേ, വലിയ സേഫ്റ്റി. പിന്നെ നമുക്കവിടെ ഡ്രസ്സൊക്കെ അലക്കിയിടുമ്പോൾ ക്ലിപ്പ് വേണം. അപ്പോൾ ക്ലിപ്പ്, അതായത് ക്ലോത്ത് ക്ലിപ്പ്, അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വരുമ്പോൾ അവർ നമ്മളെ ക്ലോത്ത് ക്ലിപ്പ് എടുത്തിട്ട് അവരെ ഡ്രസ്സിലേക്ക് ഇടും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കൊണ്ടുപോകുന്നത്. ഇത് ഷിയ ബട്ടറാണ്. ഈ ഡ്രൈനെസ്സിന് വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളി മോയ്സ്ചറൈസറാണ്. അത് ഞാനൊരു ചെറിയ പാത്രത്തിലാക്കിയതാണ്. പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ള ഷാംപൂ കാര്യങ്ങളൊക്കെ കേട്ടോ. ഷാംപൂ, കണ്ടീഷണർ, അതുപോലെ ഫാബ്രിക് കണ്ടീഷണർ. കാരണം നമ്മൾ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ കരുതണം. പിന്നെ ഞാൻ എപ്പോൾ എവിടെ പോകുമ്പോഴും കുറച്ചധികം കരുതുന്നത് ഈ സാധനം കേട്ടോ. ഇത് വെറ്റ് വൈപ്സ് ആണ്. ഇതെപ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഒരു പാക്കറ്റ് എപ്പോഴും എൻ്റെ ഹാൻഡ് ബാഗിലുണ്ടാവും. ഇതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് എൻ്റെ ഹാൻഡ് ബാഗിലുണ്ട്, ബാക്കി ഞാൻ എൻ്റെ ലഗേജിൽ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡ്രസ്സുകളൊക്കെ നമ്മൾ തന്നെ വാഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ക്രീംസ്, അതുപോലെ ഡിറ്റർജൻറ്റ് ലിക്വിഡ്സ്, ഓയിലൊക്കെ എടുക്കുമ്പോൾ ഒന്ന് മാസ്കിംഗ് ടേപ്പ് ഇട്ടിട്ട് ടേപ്പ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇൻ കേസ് തുറന്നു പോയാൽ ഡ്രസ്സിൽ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാട്ടോ എനിക്ക് ഞാൻ മറക്കാണ്ട് എടുത്ത് വെക്കുന്നത്. ഇത് പിന്നെ 2-3 കവർ ഞാൻ എടുത്ത് വെച്ചാണ്. നമുക്ക് എപ്പോഴും ആവശ്യമായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെരുപ്പിടാനും അങ്ങനെ പല ആവശ്യങ്ങളുണ്ടാകും. അപ്പോൾ എക്സ്ട്രാ 2 കവറ്, അതുപോലെ ടാൽക്കം പൗഡർ. പിന്നെ ഞാൻ എടുത്ത് വെക്കുന്നത് പാൻറ്റി ലൈനേഴ്സാണ്. ഇത് ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ലേഡീസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചില ലേഡീസിനൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ നല്ല ശക്തിയിൽ ചുമക്കുകയൊക്കെ ചെയ്യുമ്പം യൂറിൻ ലീക്ക് ചെയ്യുന്നൊരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പം ഈ ലൈനേഴ്സ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പാൻറ്റീസൊക്കെ എപ്പോഴും നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആകും കേട്ടോ. പിന്നെ ഞാൻ എവിടേക്ക് ട്രാവൽ ചെയ്യുമ്പോഴും എടുക്കുന്നൊരു സാധനമാണ് ഈ ഒരു സെല്ലോ ടേപ്പ്, മാസ്കിംഗ് ടേപ്പ്. കാരണം നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു പുതിയ റോള് വാങ്ങിച്ചതായിരുന്നു. ഇത് പിന്നെ ഒരു മുസല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. മാത്രമല്ല ബാഗിലൊക്കെ എളുപ്പത്തിൽ ചെറുതാക്കി മടക്കിയിട്ട് നമുക്ക് ബാഗിൽ വെക്കാൻ പറ്റും. ഇത് കൊണ്ടുപോകാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഹറമിൽ പോയി കഴിഞ്ഞാൽ
നമുക്ക് സീറ്റ്, അതായത് നമുക്കൊരു പ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മുസല വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും വന്നിരിക്കില്ല കേട്ടോ. ഇത് പിന്നെ ഏലാദി ലേഹ്യം നമുക്ക് ചുമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് മാനേജ് ചെയ്യാൻ. പിന്നെ ഒരു 500 ml ബോട്ടിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബോട്ടിലും, പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് ഒരു ഫ്ലാസ്കും വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഉമ്മ കൂടെ ഉണ്ടായതുകൊണ്ട് ഉമ്മക്ക് വേണ്ടിയിട്ടും കുറച്ച് പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം സാധനങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളൊക്കെ, ബാക്ക് പെയിൻ, പിന്നെ അതുപോലത്തെ എന്തെങ്കിലും പെയിനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോട്ട് വാട്ടർ ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ സ്ക്വയർ പ്ലഗ് ആണ്. അവിടെ എല്ലാ പ്ലഗ് പോയിൻറ്റും ഇതുപോലെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ചാർജറോ കാര്യങ്ങളോ ഫിക്സ് ആക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു 3 പിന്ന് വേണം. ഇത് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഡിസിൻസ് ആണ്. കുറച്ച് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്സ്, പിന്നെ ഗ്യാസ്ട്രൈറ്റിസിനുള്ള മെഡിസിൻസ്, ഇതുപോലെ ഇനോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ബോക്സിലാക്കിയിട്ട് നമ്മളെ ഹാൻഡ് ബാഗിലാണ് കേട്ടോ ഇടുന്നത്. ഈ ഹാൻഡ് ബാഗ് ഞാൻ ഈ പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എന്തൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹാൻഡ് ബാഗാണ്, സ്പേസിൻ്റെ ഒരു ഹാൻഡ് ബാഗാണ്. പക്ഷേ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇത് പിന്നെ നമുക്ക് ഒരു ഹവായി റൂമിലൊക്കെ യൂസ് ചെയ്യാനും വേറെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെയർ ചപ്പൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടിഫിൻ എടുത്തിട്ടുണ്ട്. ടിഫിൻ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ ബാഗിലേക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടിഫിൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ലുലുന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ബാഗ്. ഇത് നമ്മൾ ട്രാവലിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ബാഗ് തന്നെയാണ്. പക്ഷെ ഭയങ്കര സൗകര്യമുണ്ട് ഇതിൻ്റെ അകത്തും. പിന്നെ കുറേ നമുക്ക് സിബുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ബാഗ്. 500 ml ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് നല്ല കൂളായിട്ട് ആ ബാഗിനകത്തേക്ക് വെക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ, അത് അത്യാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ കുറച്ച് ഹെഡ് ബാൻഡ്സ്, പിന്നെ അതുപോലെ കുറച്ച് സോക്സുകൾ, ഈ വെറ്റ് വൈപ്സ്, അങ്ങനത്തെ ഇച്ചിരി പോകുന്ന സാധനങ്ങൾ ഞാൻ ഈ സിബിനകത്തും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മറക്കാതെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് സീസേഴ്സ് നമുക്ക് ആവശ്യമാണ്. ലാസ്റ്റ് നമ്മൾ ഉമ്രെല്ലാം കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മറക്കാതെ കൊണ്ടുപോകാമെന്ന് ഉദ്ദേശിച്ചത് അവിടെ വാങ്ങിക്കാൻ കിട്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു സീസർ വാങ്ങിക്കാൻ പോയാലും ചില സമയത്ത് അതിന് 5 റിയാലോ 10 റിയാലോ ഒക്കെ ആയിരിക്കും. അവരെത്രയാണോ പറയണത് അത് നമ്മൾ കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മളെ നാട്ടിലെ പോലത്തെ അവിടെ MRP കാര്യങ്ങൾ അങ്ങനത്തതൊന്നുമില്ല. അവർ പറയണം എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് എസ്പെഷ്യലി നോമ്പ്, പിന്നെ അതുപോലെ ഹജ്ജിൻ്റെ ടൈമിലൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചോ എന്നറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് നമ്മളെ ഈ ഒരു നെക്ക് പില്ലോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ എൻ്റെ ട്രോളിമേൽ തന്നെ അറ്റാച്ച് ചെയ്തു കേട്ടോ. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചോ എന്ന് നോക്കിക്കൊണ്ട് നമ്മളിട്ട ലിസ്റ്റ് ഉണ്ടല്ലോ അത് നോക്കി ഞാൻ ടിക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ പോവേ അല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ ഇടുകയാണെങ്കിൽ സുഖമാണ്. ഇത് നമ്മളെ ഹോട്ട് വാട്ടർ ബാഗാണ്. അതിനകത്ത് ജെല്ലായതുകൊണ്ട് ഞാൻ ഇൻ കേസ് അവർ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാനുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാനത് പുറത്തുള്ള സിപ്പിൽ വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ A4 ഷീറ്റിൽ ഉപ്പ നമുക്ക് പേരും പിന്നെ നമ്മൾ കാലിക്കറ്റ് ടു ജിദ്ദ എന്നുള്ളതൊക്കെ എഴുതിയിട്ട് ഉപ്പ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പൻ്റെ അടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് നമുക്കത് നമ്മൾ ട്രോളിമേൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് പോകാനുള്ള പെട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിപ്പോയി നോക്കാം നമ്മളെ ചിക്കനും കാര്യങ്ങളൊക്കെ എന്തായി എന്ന്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ലാണ്. കാരണം നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇടാത്തതുകൊണ്ട് അങ്ങനെ നോർമലി നമ്മൾ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴൊരു സ്മെല്ലല്ല, ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്മെല്ലായിരുന്നു. ഞാൻ തുറന്ന് നോക്കിയപ്പം നല്ല അസലായിട്ട് ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. പിന്നെ ഏകദേശം നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഒരു 1 pot ഡിഷാണ്. അതായത് ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 5-6 ആൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ഡിന്നറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഖുബൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോസ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തഹീനി സോസായിരുന്നു.
തഹീന നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല വെള്ള എള്ളില്ലേ, സിസ്മി സീഡ്സ് ഇല്ലേ, അതിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ അതും 2-3 ഗാർലിക്കും കുറച്ച് തൈരും എല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലോണം മിക്സിയിലിട്ടിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല തഹീനി സോസ് കിട്ടും. തഹീനി സോസ് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണൊക്കെ ഇട്ടാൽ മതി. ബാക്കി തൈരും പിന്നെ ഇതുപോലെ 2-3 ഗാർലിക്കിൻ്റെ പീസുകളും ഇട്ട് കഴിഞ്ഞാൽ തഹീനി സോസ് റെഡിയാണ്. അപ്പോൾ നമ്മൾ തഹീനി സോസും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് മാങ്ങ, ഒരു ചെറുതായിട്ട് പഴുത്തൊരു മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ മാതൂളി നാരങ്ങ, അതും നമ്മൾ ഉരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ ടൈം ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഉപ്പയമ്മയും വന്നതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. നാളെ രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഏകദേശം വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ റെസിപ്പി ഒരു മസ്റ്റ് ട്രൈ ആട്ടോ, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.